മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകളാലും അനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 13-14 തിരുവചനങ്ങളാണ് ഈശോയുടെ പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്നതിൻ്റെ 8-ാമത്തെ ദിവസത്തിൽ നമ്മൾ ധ്യാനത്തിനായിട്ട് എടുക്കുന്നത്. വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്: പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനമെന്ന് ദൈവത്തിൻ്റെ ദൂതൻ അരുളി ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ മാറുമ്പോൾ സമാധാനം ലഭിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. എന്നാൽ ഈ ആട്ടിടയന്മാരുടെ അരികിലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് പറയുകയാണ്, ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ തീരുമ്പോഴല്ല സമാധാനം ലഭിക്കുന്നത്. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ തീർന്നതുകൊണ്ട് മാത്രമല്ല സമാധാനം ലഭിക്കുന്നത്. ദൈവം, സമാധാനദാതാവായ ദൈവം നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത്. നമ്മൾ പലപ്പോഴും കരുതും, ഒന്ന് സമാധാനത്തോടെ ഇരിക്കാനായിട്ട് എന്നാ പറ്റുന്നത്? പ്രശ്നങ്ങൾ തീരുന്നില്ല, രോഗം മാറുന്നില്ല, കടം മാറുന്നില്ല, പ്രതിസന്ധികൾ മാറുന്നില്ല, പരാജയങ്ങൾ മാറുന്നില്ല, ഒരു സമാധാനവും ഇല്ല. നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയാം, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ മാറിയിട്ട് സമാധാനം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഈ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ സന്തോഷിക്കാനും സമാധാനം അനുഭവിക്കാനും നമുക്ക് സാധിക്കും. കാരണം സമാധാനദാതാവായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ ഒരു ചിന്തയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടത്. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും, എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും സമാധാനം നൽകുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്. പിന്നെ എന്തിനാ ഞാൻ ഈ അസമാധാനത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്നത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം കൂടെയുള്ളപ്പോഴാണ് യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത്. ദൈവം കൂടെ ഉണ്ടെങ്കിലേ സമാധാനം ലഭിക്കുകയുള്ളൂ. ദൈവം കൂടെ എപ്പോഴും ഉണ്ട്. ആ സാന്നിധ്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. ആ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം എനിക്ക് സമാധാനം നൽകും, ദൈവം എൻ്റെ കൂടെയുണ്ട്, ഈ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഈ നാളുകളിൽ സ്വീകരിക്കുക, അത് ഉറപ്പിക്കുക. സമാധാനത്തിൻ്റെ ഒരു വാക്ക് ഈ ദിവസം നമ്മോട് തന്നെ പറയാൻ, നമ്മൾ കണ്ടുമുട്ടുന്നവരോട് പറയാൻ നമുക്ക് സാധിക്കട്ടെ. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈശോയുടെ മുമ്പിൽ നമ്മയും നമ്മുടെ എല്ലാ അധ്വാനങ്ങളെയും നമ്മുടെ വഴികളെയും ഈ ദിവസത്തെ സകല കാര്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ്, ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വവിധ തിന്മകളെയും ബന്ധനങ്ങളെയും കെട്ടുകളെയും പിശാചിൻ്റെ ഉപദ്രവങ്ങളെയും നാരകീയ ശക്തികളെയും പൈശാചിക അരൂപികളെ ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.